മഹത്തായ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന ഈ കൂട്ടായ്മയിലുള്ളത് കൊണ്ടും ഇന്ന് മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ഹരിഹര ലക്ഷ്മണൻ. വളരെ സന്തോഷമുണ്ട് ഇവിടെ ഈ മീറ്റിംഗിൽ എനിക്കറിയാവുന്ന ഈ സ്പോൺസർഷിപ്പിനെ കുറിച്ച് ഒരു രണ്ട് വാക്ക് ഷെയർ ചെയ്യാനും ഉള്ള അവസരം ഉണ്ടാക്കി തന്ന എല്ലാ ഓരോരുത്തരോടും രാമേട്ടനോടും പ്രത്യേകിച്ച് നന്ദിയുണ്ട്. ഇതില് ഞാൻ എൻ്റെ സ്വന്തം വാക്കുകൾ ഉപയോഗിച്ച് പറയുന്നതാണെങ്കിൽ പോലും ഞാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ പാംഫ്ലെറ്റുകൾ കയ്യിൽ വെച്ചുകൊണ്ട് അത് വായിച്ചുകൊണ്ട് തന്നെ ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാം എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഓരോ സന്ദേശങ്ങളും വളരെ വളരെ ഫൈനായിട്ടുള്ള, വളരെ സബ്റ്റിലായിട്ടുള്ള, അതായത് വളരെ ഛന്നമായിട്ടുള്ള, അതായത് അത്രയും സൂക്ഷ്മതയോട് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ കുറച്ചു കാലമായി ആൽക്കഹോളിക്സ് അനോണിമസിൽ ആയതുകൊണ്ടൊന്നും ഞാനത് ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അത് ചിലപ്പോ ആൽക്കഹോളിക്സ് അനോണിമസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ അല്ലാതെ ആയി പോവോ എന്നുള്ളൊരു പേടി കൊണ്ട് തന്നെയാണ് ഞാനിത് പറയുന്നത്. നമ്മുടെ വാഗ്ദാനങ്ങൾ പറയുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും സഹായത്തിന് അഭ്യർത്ഥിച്ചാൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സഹായ ഹസ്തങ്ങൾ അവിടെ ഉണ്ടാവും. അതിന് ഞാൻ ഉത്തരവാദിയാണ് എന്നാണ് ഞാൻ. അല്ലാതെ എന്റെ സന്ദേശം അവിടെ ഉണ്ടാവും എന്നല്ല നമ്മൾ പറയുന്നത്. അത് അപ്പൊ അതിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയതും പഠിച്ചതുമായിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ കഴിയുന്നതും അതിന്റെ പാംഫ്ലെറ്റുകളും ആൽക്കഹോളിക്സ് അനോണിമസ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള അപ്രൂവ്ഡ് സാഹിത്യങ്ങളിലേക്ക് ഒന്ന് റെഫർ ചെയ്യെങ്കിലും ചെയ്യണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്തായാലും എൻ്റെ ഒരു അനുഭവം അവിടുന്ന് തുടങ്ങാം. എനിക്കിപ്പോ ഈയിടെയായിട്ട് ഉണ്ടായ ഒരു അനുഭവത്തിൽ നിന്ന് തുടങ്ങാം. എനിക്ക് കഴിഞ്ഞ ആഴ്ച ദേഹാസ്വസ്ഥത, എനിക്ക് ഉണ്ടായ ഒരു ദേഹത്തിനുള്ള ഒരു അസ്വസ്ഥത ഉണ്ടായി. അപ്പോ എനിക്കിപ്പോ അടുത്തായിട്ട് എൻ്റെ പ്രായം 60 കഴിഞ്ഞു, 64 അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെ അസുഖമൊന്നും വരില്ല, അല്ലെങ്കിൽ ഞാൻ വളരെ ഫിറ്റ് ആണ് എന്നൊക്കെ ഞാൻ അതായത് മറ്റുള്ള രോഗം ബാധിച്ച ആളുകളെ കാണുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാൻ അഹങ്കാരി ആയിരുന്നു എന്നുള്ള കാര്യം. എനിക്ക് ഒന്നും സംഭവിക്കില്ല. പക്ഷെ ദൈവം അത് മാറ്റി പറഞ്ഞു, ദൈവം അത് മാറ്റി എഴുതി. എനിക്കിപ്പോ ഞാനൊരു ബ്ലഡ് പ്രഷർ പേഷ്യന്റ് ആണ്. ഞാൻ ബ്ലഡ് പ്രഷറിന് മരുന്ന് കഴിക്കാനൊക്കെ വളരെ ഒരു താല്പര്യം കാണിക്കാത്ത ഒരാളാണ്. ഇപ്പൊ അത് കഴിക്കുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് പ്രോഗ്രാമിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് കഴിക്കാൻ തുടങ്ങിയത് എന്ന് ഞാൻ പറയാം. എന്നുവെച്ചാല് അതിന് നമ്മുടെ തന്നെ കൂട്ടായ്മയിലുള്ള ഒരു ഡോക്ടറും കൂടി അതിന് കാരണം. അദ്ദേഹം എന്നോട് ഞാൻ ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും ആവശ്യമില്ലാത്ത കാര്യങ്ങളെ കുറിച്ച് ഒരുപാട് ബോധേഡാവുകയും അതിന് പല കാരണങ്ങളുണ്ട്, കൂട്ടിച്ചേർക്കാൻ പല കാരണങ്ങളുണ്ട്. ഞാനൊരു മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് മരുന്നുകളിലൊന്നും വിശ്വാസമില്ലായ്മ, അപ്പൊ അതുകൊണ്ട് ഡോക്ടർമാരോടൊന്നും വിശ്വാസമില്ലായ്മ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വഭാവക്കാരനാണ് ഞാൻ. അപ്പോ എന്തായാലും ഞാൻ അറിയാതെ തന്നെ എനിക്കൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടി വന്നു. ഒരു വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, നിനക്ക് ബ്ലഡ് പ്രഷർ ഉണ്ട്, മരുന്ന് കഴിക്കുക തന്നെ വേണം. എല്ലാ ടെസ്റ്റും ചെയ്യിച്ചു. ഭാഗ്യവശാൽ ദൈവാനുഗ്രഹത്താൽ മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ ഞാനിപ്പോ ബ്ലഡ് പ്രഷറിനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടായ്മയിലുള്ള ഒരു ഡോക്ടറെ കണ്ടപ്പോൾ ഞാനിത് ചോദിച്ചു, സാർ ഇത് എന്താ വെച്ചാൽ ബ്ലഡ് പ്രഷറിനെ കുറിച്ച് ഒരുപാട് കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്.
ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെയും ആവശ്യമുള്ള കാര്യങ്ങൾ എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോ അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹത്തെ ഇതേപോലെ ഒരു മീറ്റിംഗിൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ ഇങ്ങനെ ഞാൻ കഴിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ സൈഡ് ഇഫക്റ്റ് എന്നൊക്കെ ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, സാറേ ഞാൻ എന്ത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇത് മരുന്നല്ലേ, എന്തൊക്കെയോ കഴിച്ച് എന്തൊക്കെയോ ചെയ്ത് എന്തൊക്കെയോ വിട്ടിത്തരങ്ങളും കെമിക്കലിനേക്കാളും ഡേഞ്ചർ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ 10-25 കൊല്ലം നമ്മൾ എല്ലാവരും കഴിച്ചിട്ടുണ്ട്. അതിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സൈഡ് ഇഫക്റ്റ് ഒന്നും ഈ മരുന്നായിട്ട് കഴിക്കുന്ന സാധനത്തിന് ഉണ്ടാവില്ല. അപ്പോൾ ഒരുപാട് ചിന്തിക്കേണ്ട, ഒരു ഡോക്ടർ പറയുന്നത് വിശ്വസിക്കുക. അയാൾ ഏതായാലും കുറെ ഇതിനെ കുറിച്ചൊക്കെ അറിവുള്ള ആളല്ലേ. നിങ്ങൾക്ക് വിശ്വാസമുള്ള ഡോക്ടറെ കാണിച്ച് അയാൾ പറയുന്ന പോലെ ചെയ്താൽ മതി. അത് ചെയ്യണം, മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു. അത് ശരിക്കും എനിക്ക് കൊണ്ടു. ശരിക്കും അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്, ഞാനൊരു മദ്യാസക്തനാണ്. അപ്പൊ ഇതുപോലുള്ള ആ ഡോക്ടർ പറഞ്ഞപ്പോ ഒരുപാട് എനിക്ക് ഇൻസൈറ്റ് ഉണ്ടാകും. ശരിയാണ്, ഞാനൊക്കെ ഇന്ന് ജീവിച്ചിരിക്കുന്നതേ ഭാഗ്യമാണ്. അപ്പൊ എന്തൊക്കെയോ എന്നിപ്പോ ഈ ബിപിയുടെ ആ കെമിക്കൽ എന്ന് പറയുന്ന ആ മരുന്നിനെക്കാളും എത്രയോ ഹാനികരമായിട്ടുള്ള മദ്യം, വളരെ ലോ ക്ലാസ് മദ്യം, ചാരായത്തിനേക്കാളും മോശമായിട്ടുള്ള മദ്യം, അപ്രൂവൽ ഇല്ലാത്ത മദ്യം ഒക്കെ കുടിച്ച ഒരാളാണ് ഞാൻ. അതും അളവിലും ഒരുപാട് ദേഹാസ്വസ്ഥത ഉണ്ടായിട്ടും പിന്നെ അതിന്റെ മേലെയും മദ്യപിച്ച് കണ്ണ് മഞ്ഞളിച്ച് പോലും മദ്യപിച്ചിട്ടുണ്ട്. ഒരുപാട് അതിലേക്ക് പോയാൽ ഇങ്ങനെ നീണ്ടുപോകും. അപ്പൊ ഏതായാലും അങ്ങനെ ഞാൻ ബിപിയുടെ മരുന്ന് ഇപ്പൊ കഴിക്കുന്നുണ്ട് എന്ന് പറയാനാണ് ഇത്രയും കാര്യം പറഞ്ഞത്. അതിനുശേഷം ഇപ്പൊ അടുത്ത കാലത്തായിട്ട് എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടായി. അപ്പോ ബിപി ഞാൻ സാധാരണ പോകുന്ന ഡോക്ടറുടെ അടുത്ത് പോവാതെ ഇവിടെ വീട്ടിന്റെ അടുത്തുള്ള ഒരു ആസ്പത്രിയിൽ പോയി ചെക്ക് ചെയ്തു. അപ്പൊ കുറച്ച് ബിപി ഉണ്ടെന്ന് അവർ പറഞ്ഞു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ ഒരു ഓംറോണിന്റെ ഇലക്ട്രോണിക്സ് ബിപി അപ്പറേറ്റസിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ അവിടെ കുറച്ച് ബിപി കണ്ടു. അപ്പൊ ഞാൻ വേഗം എൻ്റെ ഡോക്ടറുടെ അടുത്തേക്ക് പോയി. ഡോക്ടറുടെ അടുത്ത് പോയപ്പോ ചുരുക്കി പറയാം, ഡോക്ടർ ബിപി ചെക്ക് ചെയ്തു, എന്നെ കിടത്തി ചെക്ക് ചെയ്തു, ഇരുത്തി ചെക്ക് ചെയ്തു. എല്ലാം ചെയ്ത ശേഷം അദ്ദേഹം പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നീ ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല, മരുന്ന് റെഗുലറായിട്ട് കഴിക്ക്. നിനക്കിപ്പോ അവര് പറയുന്ന മാതിരി ഒരു ബിപി കൂടിയതായിട്ടൊന്നും കാണാനില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരുപാട് അസ്വസ്ഥനാണ് സാർ, ഒരുപാട് ആങ്സൈറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്. ഉറക്കമുണ്ട് രാത്രി, പക്ഷെ ഉറക്കം വരാനൊക്കെ സമയം ഒരുപാട് ആവുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരുപാട് കിടന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, പല കാര്യങ്ങളും, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും, ആവശ്യമില്ലാത്തതും ആവശ്യമുള്ളതും എല്ലാം ആയിട്ട് എന്തൊക്കെയോ ആങ്സൈറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞു, അതിന്റെ ഒന്നും ആവശ്യമില്ല, എന്തായാലും നിനക്ക് പ്രായം കൂടി വരുന്നുണ്ട്, അതുപോലെയൊക്കെ അതൊക്കെ അനുസരിച്ച് ജീവിക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, അക്സെപ്റ്റ് ലൈഫ് ആസ് ഇറ്റ് കംസ്. നമ്മുടെ പ്രോഗ്രാമിൽ പറയുന്നത് പോലെ അക്സെപ്റ്റ് ലൈഫ് ആസ് ഇറ്റ് കംസ് എന്നുള്ള കാര്യം തന്നെയാണ് എനിക്കും അദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഇതിനു വേണ്ടിയിട്ട് ഞാനൊരു ആങ്സിയോലിറ്റിക് ഒന്നും എഴുതി തരില്ല, അതിനു വേണ്ടി ഉറക്ക ഗുളിക അതൊന്നും ഞാൻ എഴുതി തരില്ല, അതിനു വേണ്ടിയിട്ടാണ് നീ ചോദിക്കണമെങ്കിൽ ഞാൻ എഴുതി തരില്ല എന്ന് പറഞ്ഞു. പിന്നെ അതിന് താൻ അഡിക്റ്റ് ആവുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ അത് ആ ഡോക്ടറെ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്തു. എന്താ വെച്ചാല് സാധാരണ ആൾക്കാർ ഇത് ഇങ്ങനെ ചെയ്യാറില്ല, ഉടനെ ഒരു ആങ്സിയോലിറ്റിക്ക് എന്തെങ്കിലും എഴുതി കൊടുക്കുന്നതാണ് ഞാനും കാണാറുള്ളത്. അദ്ദേഹത്തിന് എന്റെ മദ്യപാനവും എന്റെ അഡിക്ഷനെ കുറിച്ചൊക്കെ അറിയാം. അദ്ദേഹം പറഞ്ഞു, അത് ഞാൻ ഒരിക്കലും ചെയ്യില്ല, പിന്നെ നീ അതിനൊരു അഡിക്റ്റ് ആയി പോകും, അതുകൊണ്ട് അത് നീ ചെയ്യരുത്. ആങ്സൈറ്റി എന്ന് പറയുന്നത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ആങ്സൈറ്റി ഒന്നും ചെയ്യാൻ ആർക്കും ഒന്നും ഉപദേശിക്കാനൊന്നും പറ്റില്ല. എന്ത് ചെയ്താൽ നിന്റെ ആങ്സൈറ്റി പോവോ അത് നീ ചെയ്യുക. മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുക, പ്രാർത്ഥിക്കുകയാണെങ്കിൽ പ്രാർത്ഥിക്കുക, അങ്ങനെ എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കുക, മരുന്നില്ലാത്തൊരു വഴി കണ്ടുപിടിക്കുക, എന്നിട്ട് ആങ്സൈറ്റി ഇല്ലാതാക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. നീ എന്നെ പറയുന്നുണ്ട് ആവശ്യമില്ലാത്തതാണെന്നുള്ളത്, അതിനെ അക്സെപ്റ്റ് ചെയ്യുക, അതിനെക്കുറിച്ച് കൂടുതലായിട്ടും അറിയാൻ നോക്കുക, എന്തുകൊണ്ടാണെന്ന് അറിയാൻ നോക്കുക, എന്നിട്ട് അത് മാറ്റാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്ന് അദ്ദേഹം പറഞ്ഞു വിട്ടു. ഞാൻ എൻ്റെ സ്പോൺസറെ വിളിച്ചു. ഇന്നത്തെ വിഷയം അതാണല്ലോ, നമ്മൾ എന്തിനാണ് സ്പോൺസർ, എന്താണ് സ്പോൺസർഷിപ്പ് എന്നുള്ളത്. അപ്പോഴാണ് ഞാൻ എൻ്റെ സ്പോൺസർ വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ അടുത്തും ഇതേ
കാര്യം ഞാൻ അവതരിപ്പിച്ചു, എനിക്കുള്ള ഈ ആങ്സൈറ്റിയെ കുറിച്ച് അവതരിപ്പിച്ചു. അദ്ദേഹം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മറുപടി എനിക്ക് പറഞ്ഞു. അത് എനിക്ക് വളരെ എന്താ പറയാ, ഒരു വല്ലാത്തൊരു സ്ട്രൈക്കിംഗ് ആൻസറാണ് അദ്ദേഹം എനിക്ക് തന്നത്. അദ്ദേഹം എന്നോട് പറഞ്ഞു, 3-ാം പടി ചെയ്യടാ എന്ന് പറഞ്ഞു. ആൽക്കഹോളിക്സ് അനോണിമസിലെ 12 പടികളിലെ 3-ാം പടി നീ ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് നിനക്ക് ആങ്സൈറ്റി ഉണ്ടാവുന്നത്. അപ്പൊ ഒരു ഡോക്ടർക്ക് പോലും ആപ്റ്റായിട്ട് പറഞ്ഞു തരാൻ, അത് അങ്ങനെയും കൂടി ഞാൻ പറയില്ല, അദ്ദേഹം നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ച് അറിവില്ലാത്ത ആളാണല്ലോ, അതുകൊണ്ട് അദ്ദേഹം വേറെ രീതിയിൽ പറഞ്ഞു തന്നു. പക്ഷെ ഇത് ഒരു മദ്യാസക്തനായ എനിക്ക് എന്ത് ചെയ്താൽ എന്റെ ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുമോ, അത് വളരെ ആപ്റ്റായിട്ട് എന്റെ സ്പോൺസർ പറഞ്ഞു. അപ്പൊ ഇതിനാണ് നമ്മളൊരു സ്പോൺസറെ വെക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട്, ഒരു മദ്യാസക്തൻ മദ്യപാനത്തിൽ നിന്നും മാറി നിൽക്കുന്നു, കുറച്ചു കാലം കഴിയുന്നു, മദ്യപിക്കാതെ നല്ല ജീവിതം ജീവിക്കാൻ ആരംഭിക്കുന്നു, ആ ജീവിതം തുടർന്ന് കൊണ്ടുപോകുന്നു, എല്ലാം നല്ല കാര്യമാണ്. പക്ഷെ അതുകൊണ്ട് എല്ലാം തീർന്നു എന്നുള്ള ഒരു തെറ്റായ ധാരണ വരാതിരിക്കാനും ദൈനംദിനമായി പ്രവർത്തിക്കേണ്ട ഒരു പരിപാടിയാണ്. പല സംശയങ്ങളും പല സജഷൻസും എല്ലാം തന്നെ ഒരു മദ്യാസക്തന് ആവശ്യമാണ്. ഈ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഒരു സ്പോൺസറുടെ ആവശ്യമാണ്. അതിന് ആൽക്കഹോളിക്സ് അനോണിമസ് എല്ലാവിധ സ്വാതന്ത്ര്യവും ഒരു മദ്യാസക്തന് കൊടുക്കുന്നുണ്ട്. എന്നെ പോലുള്ള ഒരു മദ്യാസക്തന് എല്ലാവിധ സ്വാതന്ത്ര്യവും. നമുക്ക് ആരെ വേണമെങ്കിലും, എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരാളെ എനിക്ക് സ്പോൺസറായിട്ട് അദ്ദേഹത്തിന്റെ സമ്മതത്തോട് കൂടിയിട്ട് എനിക്ക് ഒരു സ്പോൺസർ ആക്കാം. സാധാരണഗതിയിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുമായിട്ട് കുറച്ച് പരിചയമൊക്കെ ഉണ്ടാവും. അദ്ദേഹത്തിനോട് ചോദിച്ചാൽ വിസമ്മതിക്കാറില്ല സാധാരണഗതിയിൽ. പിന്നെ പ്രത്യേകിച്ച് വല്ല കാരണം ഉണ്ടെങ്കിൽ അവർക്ക് വേറെ വല്ല തിരക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ അവർ പറ്റില്ല എന്ന് പറയും. ആണെങ്കിൽ പോലും നമുക്ക് വേറെയുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാം. പിന്നെ ഓരോ വിഷയത്തിനും ഒരു സ്പോൺസറെ വെക്കാം, എത്ര വേണമെങ്കിലും സ്പോൺസർമാരെ വെക്കാം. ഗ്രൂപ്പിനെ തന്നെ സ്പോൺസറായിട്ട് കാണാൻ പറ്റും. അപ്പൊ ഇവിടെ നിന്നും ഒരു പ്രത്യേകിച്ച് ഒരു നിബന്ധനകളോ അല്ലെങ്കിൽ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു എന്താണ് എന്തെങ്കിലും അങ്ങനെ വേണം അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, എന്റെ അറിവിൽ ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് നമ്മളുടെ ഫ്രീഡം ഓഫ് ചോയ്സ് ഉണ്ട്, ആരെ വേണമെങ്കിലും നമുക്ക്. അതായത് ചില സമയത്ത് ഗ്രൂപ്പിനെ തന്നെ ആശ്രയിക്കാം, ചില കാര്യങ്ങൾക്ക് ഗ്രൂപ്പിനെ തന്നെ ഒരു സ്പോൺസറായിട്ട് കണ്ടുകൊണ്ട് അവിടെ സംശയങ്ങൾ, നമുക്ക് എന്തെങ്കിലും മുമ്പോട്ട് പോവാൻ തടസ്സം, ഈ പ്രോഗ്രാമുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള തടസ്സം ഉണ്ടെങ്കിൽ അത് അകറ്റി കിട്ടാനായിട്ട് ഗ്രൂപ്പിനെ തന്നെ ആശ്രയിക്കാം. പിന്നെ വളരെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമുക്ക് പുറമെ എല്ലാവരോടും പറയാൻ എന്തെങ്കിലും വിഷമങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ അവിടെയാണ് ഒരു ഇൻഡിവിജ്വൽ സ്പോൺസറെ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ആ സ്പോൺസറോട് നമ്മൾ തുറന്ന് സംസാരിക്കാൻ പറ്റും. അദ്ദേഹത്തിന് ഇത് ശരിക്കും 2-വേ ട്രാഫിക് ആണ്. നമ്മള് അദ്ദേഹത്തോട് നമ്മളുടെ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിനും ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് ആ പ്രോഗ്രാമിന്റെ കാര്യങ്ങളിലേക്ക് വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു 2-വേ ട്രാഫിക് ആണ്. ഒരിക്കലും ഒരു സ്പോൺസർ ഒരു നിർബന്ധം പറയാറില്ല. എല്ലാം നമ്മുടെ പ്രോഗ്രാം തന്നെ ഒരു സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം. ഏതായാലും എന്താണ് സ്പോൺസർഷിപ്പ് എന്ന് നമ്മുടെ പാംഫ്ലെറ്റ് പറയുന്നുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസ് ആരംഭിച്ചത് തന്നെ സ്പോൺസർഷിപ്പുമായാണ്. ഏതാനും മാസങ്ങൾ മദ്യപാനം നിർത്തിയ ശേഷം വീണ്ടും മദ്യപിക്കാനുള്ള കടുത്ത ആഗ്രഹം ഉടലെടുത്തപ്പോൾ ബിൽ ഡബ്ല്യുവിന് ഒരു ആശയം തോന്നി. അതാണ് അദ്ദേഹം ആ ഹോട്ടലിൽ ഇരിക്കുമ്പോൾ ഒരു ആശയം തോന്നി, മറ്റൊരു മദ്യാസക്തനോട് സംസാരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെയാണ് അദ്ദേഹം ബോബിനെ കണ്ടുമുട്ടുന്നത്, അല്ലെങ്കിൽ ബോബിനെ കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരു മദ്യാസക്തനെ ആവശ്യമുള്ളത് പോലെയാണ് അയാൾക്ക് നിങ്ങളെയും ആവശ്യമുണ്ട്. അതാണ്. അപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞു, അത് ഒരു 2-വേ, ഒരു 1-വേ ട്രാഫിക് അല്ല, ഒരു 2-വേ ആണ്. നമ്മൾ സ്പോൺസറുമായിട്ട് നമ്മൾ ഈ പ്രോഗ്രാം ചെയ്യുമ്പോൾ രണ്ടാൾക്കും അതിന്റെ ഒരു പ്രയോജനം ലഭിക്കും എന്നുള്ളത് തന്നെയാണ്.
അപ്പൊ ഇവിടെ പറയുന്നത് മദ്യപാനം നിർത്താൻ കഠിനമായി പ്രയത്നിക്കുകയും അതിൽ പരാജയപ്പെട്ടും കൊണ്ടിരിക്കുന്ന ഡോക്ടർ ബോബിനെ ബിൽ കണ്ടെത്തി. എയുടെ ഉത്ഭവം അക്കാലത്ത് സ്പോൺസർ എന്ന പദം ഉപയോഗിക്കുകയോ 12 പടികൾ എഴുതപ്പെടുകയോ ചെയ്തിരുന്നില്ല. അപ്പൊ അങ്ങനെ അറിയാതെ തന്നെ പിന്നീടാണ് അതൊരു ഈ സ്പോൺസർ എന്നുള്ള അതിനുള്ളൊരു വേണമെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല, എനിക്ക് ഒരു ടെക്നിക്കൽ വേർഡൊക്കെ ഉണ്ടായത് പിന്നീടാണ്. അപ്പൊ ഓൾറെഡി ഈ പരിപാടി ഈ പാംഫ്ലെറ്റ് തന്നെ പറയുന്നുണ്ട്, ഈ പരിപാടി ആരംഭിച്ചത് തന്നെ ഒരു സ്പോൺസർഷിപ്പുമായാണ്. അപ്പൊ അവിടെ ബിൽ ഡബ്ല്യു ഡോക്ടർ ബോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബോബ് ക്വാളിഫിക്കേഷൻ വൈസ് അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ട അനുയോജിതമായ ഒരു സന്ദേശമായിട്ട് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവരുടെ പൊതുവായ ആവശ്യം നിന്നാണ് ഉത്ഭവം തന്നെ ആക്കുക. അപ്പൊ ഡബ്ല്യുവിനും ഇത് തന്നെ ആയിരുന്നു ആവശ്യം, ബോബിനും ഇത് തന്നെയായിരുന്നു ആവശ്യം. അന്ന് 12 പടികളൊന്നും എഴുതപ്പെടുകയൊന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ബില്ല് തന്റെ ആശയം ഡോക്ടർ ബോബിന് എത്തിക്കാൻ കഴിയും. ഡോക്ടർ ബോബ് ആകട്ടെ മറ്റനേകം മദ്യാസക്തരെ സ്പോൺസർ ചെയ്യുക വഴി തന്റെ സുബോധാവസ്ഥ സംരക്ഷിച്ചു പോകുന്നു. ഇതൊക്കെ പിന്നീട് ഉണ്ടായ സംഭവങ്ങളാണ്. ഷെയറിങ്ങിലൂടെ തങ്ങളുടെ സുബോധാവസ്ഥയെ നിസ്സീമമായി പരിപോഷിക്കാമെന്ന് നമ്മുടെ സഹസ്ഥാപകർ കണ്ടെത്തി. അതന്നെ നമ്മളിപ്പോ മീറ്റിങ്ങിൽ ഷെയർ ചെയ്യുന്നു, അതിലൂടെ നമുക്കിത് മറ്റുള്ളവരെ സഹായിക്കാനും മറ്റുള്ളവരെ സഹസ്ഥാപകർ മറ്റുള്ളവരെ പരിപോഷിക്കാമെന്ന് ഈ ഡോക്ടർ ബോബും ബില്ലും കണ്ടെത്തി. സ്പോൺസർഷിപ്പ് കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ചില സംഘടനകളിൽ അംഗമാകുന്നത് സാധാരണമായി നിങ്ങളുടെ ഉത്തരവാദിത്തമേൽക്കാനും പരിചയപ്പെടുത്താനും മെമ്പർഷിപ്പിന് അനുയോജ്യനാണെന്ന് നിർദ്ദേശിക്കുവാനും ഒരു സ്പോൺസർ ആവശ്യമാണ്. ഇത് എയുടെ കാര്യമല്ല പറയണത്, വേറെ പുറത്ത് ആ സ്പോൺസർ, അതായത് അയാളാണ് എന്നെ സ്പോൺസർ ചെയ്തിട്ട് എന്നുള്ളതൊക്കെ നമ്മൾ സാധാരണ ഒരുപാട് പറഞ്ഞു കേൾക്കാറുണ്ട്. അദ്ദേഹമാണ് എന്റെ സ്പോൺസർ, അദ്ദേഹമാണ് എന്നെ ഈ ഇതിലേക്ക് സ്പോൺസർ ചെയ്തത് എന്നൊക്കെ മറ്റുള്ള ചില പല പരിപാടിയുണ്ട്, ഈവൻ ബിസിനസ്സുകളും ഇതിലൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്നാൽ എയുടെ കാര്യത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എയുടെ അതുപോലെയല്ല, അങ്ങനെയുള്ള ഒരു സ്പോൺസർഷിപ്പ് അല്ല എയുടെ. മദ്യപാനം നിർത്താൻ ആഗ്രഹിക്കുന്ന ആർക്കും നിങ്ങളോടൊപ്പം ചേരാം. എയിൽ ബില്ലും ഡോക്ടർ ബോബും ചെയ്യുന്നത് പോലെ സ്പോൺസർ ചെയ്യപ്പെടുന്ന ആളും തുല്യരായി കണക്കാക്കപ്പെടുന്നു. ഇവിടെ മാത്രമേ അതുള്ളൂ, മറ്റേത് അങ്ങനെയല്ല. അതാണ് ആ വ്യത്യാസം. ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. ഇവിടെ സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെന്തോ എന്നെക്കാളും, എന്റെ സ്പോൺസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെക്കാളും വലിയ ആള്, അല്ലെങ്കിൽ എന്റെ സ്പോൺസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം എന്നെക്കാളും ചെറിയ ആള് എന്ന് ഒരു തരത്തിലും ചിന്തിക്കുന്നുമില്ല, അത് കാണുന്നുമില്ല. അപ്പൊ ആ വ്യത്യാസം അവിടെയാണ് ഈ മറ്റ് സ്പോൺസർഷിപ്പും സ്പോൺസർഷിപ്പും നമുക്ക് ആ വ്യത്യാസം വളരെ വ്യക്തമായിട്ട് നമുക്ക് അറിയുവാനും മനസ്സിലാക്കാനും അത് അനുഭവിക്കാനും സാധിക്കും. നമ്മൾ ആദ്യമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ആശയക്കുഴപ്പം, അസ്വസ്ഥതയും അതാണ്. നമ്മൾ പ്രോഗ്രാമിന് വരുമ്പോൾ നമ്മൾ തന്നെ എന്റെ ആദ്യത്തെ ഒരു ദിവസത്തെ ഞാൻ ആലോചിച്ച് കഴിഞ്ഞാൽ ഓഗസ്റ്റ് 5-ാം തീയതി 2005 ഓഗസ്റ്റ് 5-ാം തീയതിയാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ആൽക്കഹോളിക്സ് അനോണിമസ് മീറ്റിംഗിൽ ഞാൻ പോകുന്നത്. എന്റെ സ്പോൺസറുടെ കൂടെ തന്നെയാണ് ഞാൻ പോയത്. എന്റെ സ്പോൺസർ തന്നെയായിരുന്നു എന്റെ കൗൺസിലറും, എന്റെ ട്രീറ്റ്മെന്റ് സെന്ററിലെ കൗൺസിലറും. സ്പോൺസറിനും കൗൺസിലർക്കും വ്യത്യാസമുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. കൗൺസിലർ എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസ് ആയിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ആളാണ്, അത് വേണമെങ്കിൽ ചുരുക്കി മനസ്സിലാക്കാം. നേരെ മറിച്ച് സ്പോൺസർ എന്ന് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലുള്ള ആളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അന്നാണ് ഒരുപാട് ആശയക്കുഴപ്പമുണ്ടായിരുന്നു. അതായത് ഞാൻ ട്രീറ്റ്മെന്റ് സെന്ററിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ, പ്രത്യേകിച്ച് ട്രീറ്റ്മെന്റ് സെന്ററിൽ നടക്കുന്ന സംഭവങ്ങൾ, ഒരു മീറ്റിംഗിൽ നടക്കുന്ന സംഭവങ്ങൾ, രണ്ടും
മോചനത്തിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടുള്ള സംഭവങ്ങൾ തന്നെയാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അതിൽ വല്ലാത്തൊരു വിശ്വാസമുണ്ട്, അത് വ്യത്യാസം ഉണ്ട്. അതെനിക്ക് അന്ന് തന്നെ ഒരു എനിക്ക് മനസ്സിലാക്കാൻ പറ്റി എന്ന് പറയുന്നതിലുപരി എനിക്കത് ഫീൽ ചെയ്യാൻ സാധിച്ചു. എന്തൊരു മഹത്തായ ഒരു പ്രോഗ്രാമാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാൻ സാധിച്ചു. ഇവിടെ ആരെയും പഠിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് അന്ന് തിരിച്ചറിയാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു അന്നാണ് എന്റെ സ്പോൺസർ ആ ഒരു ഉദാഹരണം പറഞ്ഞു. അതായത് ഇതൊരു സജസ്റ്റീവ് പ്രോഗ്രാം. ആൽക്കഹോളിക്സ് അനോണിമസ് ആരെയും ഒരു സ്പോൺസറും ഒരു ആരെയും നിർബന്ധിക്കുന്നില്ല. ഒരു സജസ്റ്റീവ് പ്രോഗ്രാമാണ്. അപ്പൊ അന്ന് ആ ഒരു നമ്മളെ സാധാരണ എല്ലാ മീറ്റിങ്ങുകളിലും അല്ലെങ്കിൽ ഒരുപാട് പഴമക്കാർ ഷെയർ ചെയ്യുന്ന ഒരു കാര്യം, ഈ പാരച്യൂട്ടിൽ നിന്ന് ചാടുമ്പോ ഇറ്റ് ഈസ് സജസ്റ്റഡ് ദാറ്റ് യു പുൾ ദ റിക്കോർഡ് എന്നുള്ള ആ ഒരു എക്സാമ്പിൾ എല്ലാവരും പറയും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് അത് ജീവൻ മരണ പോരാട്ടമാണ്. അവർ പാരച്യൂട്ടിൽ നിന്ന് ഒരു പാരച്യൂട്ട് ചാടുമ്പോൾ റെക്കോർഡ് വലിച്ചില്ലെങ്കിൽ ചോട്ടിൽ തലയടിച്ച് ചാവും. അതന്നെയാണ്. അപ്പൊ അതുപോലുള്ള ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് മദ്യപാന ആസക്തി എന്നുള്ള രോഗം. അപ്പൊ അതുകൊണ്ട് അത് ഏത് രീതിയിലാണ് അതൊരു സജസ്റ്റഡ് പ്രോഗ്രാം എന്നുള്ളത് വ്യക്തമാക്കി തരാനുള്ള ശരിയായ ആപ്റ്റായിട്ടുള്ള ഉദാഹരണങ്ങളൊക്കെ അന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ടായിരിക്കണം ദൈവാനുഗ്രഹം കൊണ്ട് എനിക്കൊക്കെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ അതൊരു ഫീൽ ചെയ്യാൻ സാധിച്ചു എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നു. നമ്മൾ ആദ്യമായി ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ ആശയക്കുഴപ്പവും അസ്വസ്ഥതയും ആകുലതയും അനുഭവപ്പെടാം, തീർച്ചയായിട്ടും. എന്താണെന്ന് അറിയില്ല. ഏതൊരു കാര്യവും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമുക്ക് എന്താണിത് ഒരു എല്ലാം മനസ്സിലാവുന്ന രീതിയിൽ ആയിരിക്കണം എന്നില്ല. പ്രത്യേകിച്ച് പരിപാടി ജീവിതകാലം മുഴുവൻ കൊണ്ടു നടക്കേണ്ട ഒരു കാര്യമാണ്. ഒരു ജീവിതകാലം മുഴുവൻ കൊണ്ടു നടന്നാലും പിന്നെയും ബാക്കി മനസ്സിലാക്കാൻ ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ മദ്യപാനം നിർത്തൽ മാത്രമല്ല എന്നുള്ളത് അവിടെ ഈ പ്രോഗ്രാമിന് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മദ്യപാനം നിർത്തൽ മാത്രമല്ല എന്ന് പറയാൻ കാരണം, മദ്യപാനം നിർത്തൽ മാത്രമാണ് ഇത് എന്ന് ധരിച്ചു വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിക്കില്ല, വീണ്ടും മദ്യപിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്. അപ്പോ അത് തന്നെയാണ് വളരെ ശക്തമായിട്ടുള്ള ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയത്. ബാക്കി ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ വൺ സ്റ്റെപ്പ് ആൻഡ് അനദർ ദ ലോങ്സ്റ്റ് ഡിസ്റ്റൻസ് ഈസ് എൻഡഡ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും. അതായത് അതിനാണ് നമ്മുടെ പ്രോഗ്രാം തന്നെ പറയുന്നത് 24 മണിക്കൂർ പ്രോഗ്രാമാണ്. അപ്പൊ ആ 24 മണിക്കൂർ ഫോക്കസ്ഡ് ആയിട്ട് എന്തൊക്കെ മനസ്സിലാക്കണം, എന്തൊക്കെ, അപ്പൊ വളരെ എന്റെ കൈക്ക് ഒതുങ്ങിയ ഒരു പ്രോഗ്രാമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നതോടൊപ്പം ഒരു സ്പോൺസറുടെ ഒരു പിന്തുണ എനിക്കുണ്ടെങ്കിൽ വളരെ ആദ്യമായിട്ട് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആദ്യമായിട്ട് സംഭവിക്കുന്നത് എന്താണെങ്കിൽ ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ് എനിക്ക് കിട്ടിയിരുന്നു. എന്റെ കാര്യം പറയുന്നത് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്, അത് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ ഒരു കൂട്ടായ്മയിലെ അംഗമാണ്. എന്നെ സഹായിക്കാൻ, എന്നെ സ്നേഹിക്കാൻ, എനിക്ക് വേണ്ട രീതിയിലുള്ള സ്നേഹം തരാനായിട്ട് ഒരുപാട് ആളുകളുണ്ട്. അതില് ഒരു സ്പോൺസറുടെ ആവശ്യകത, ഒരു സ്പോൺസറുടെ സ്നേഹം, ഒരു സ്പോൺസറുടെ സഹായം ഏത് രീതിയിലാണ് എന്നെ മോചനത്തിൽ സഹായിക്കുന്നത്. എന്റെ കൂടെയുള്ള മറ്റ് മെമ്പേഴ്സ് അവരെങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്, എന്നെ ഒരു ഗ്രൂപ്പ് എങ്ങനെയാണ് എന്നെ മനസ്സിലാക്കുന്നത്, എന്നെ സഹായിക്കുന്നത്, എന്നെ മനസ്സിലാക്കുന്നില്ല, എന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് എന്നെ സഹായിക്കുന്നത്, എന്റെ ഹോം ഗ്രൂപ്പ് എന്താണ്, ഇങ്ങനെയുള്ള ഇതൊക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യം തന്നെയാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോഴാണ് ഞാനൊരു കുറച്ചുകൂടി ഒരു ട്രാക്കിൽ ഈ പ്രോഗ്രാം ചെയ്യുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.
അതിപ്പോ ഓരോരുത്തർ ഓരോ ലെവലിൽ ചെയ്യുന്നുണ്ടാവും. അതാണ് അവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ തുല്യരല്ലാത്ത രീതിയിൽ ആരെയും കാണുന്നില്ല. ഒരാള് ഒരുപാട് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിന്റെ ക്വാണ്ടിറ്റി, ഈ പ്രോഗ്രാമിന്റെ ക്വാണ്ടിറ്റി കൂടുതൽ അദ്ദേഹത്തിന് എടുത്ത് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ ബഹുമാനിക്കാനേ എനിക്ക് കഴിയുള്ളൂ. അദ്ദേഹവുമായിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്നുവെച്ചാൽ ഇവിടെ എല്ലാം ചെയ്യുന്നത്, ഇവിടെ എനിക്ക് ഈ അനുഗ്രഹം ലഭിക്കുന്നത് മുഴുവൻ ഒരു ദൈവാനുഗ്രഹമാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് അറിയാം എനിക്ക് വേണ്ടതുപോലെ ഈ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിപ്പിക്കും. ഞാനത് എപ്പോഴും പറയാറുള്ളതാണ്. ഞാൻ ഈ പ്രോഗ്രാം ചെയ്യുന്നു എന്ന് പറയുന്നതിലും കുറച്ചുകൂടി നല്ലത് പറയുന്നത്, ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻ, ഈ പ്രോഗ്രാം എന്നിൽ ചെയ്യിക്കപ്പെടുന്നു. എന്നേക്കാളും വലിയൊരു ശക്തി എന്നിൽ പ്രവർത്തിച്ച് ഈ പ്രോഗ്രാം ചെയ്യിക്കപ്പെടുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നുവെച്ചാൽ ഞാനൊന്ന് അങ്ങനെ അത് അവിടെ ഞാൻ എന്നെ സെൽഫ് പിറ്റി കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്നെ താഴ്ത്തി പറഞ്ഞുകൊണ്ട് ആളുകളുടെ ഒരു സിമ്പതി നേടാനോ വേണ്ടിയിട്ടില്ല. സത്യാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് പറയണം. ഈ സത്യാവസ്ഥ എനിക്ക് ഈ പ്രോഗ്രാം മനസ്സിലാക്കി തന്നു. ഞാൻ അതുകൊണ്ടാണ് എപ്പോഴും പറയാറുണ്ട്, ഒരു ഉദാഹരണം പറയാറുണ്ട്. ഒരു തിരക്കുള്ള ബോംബെയിൽ, ഈ പണ്ടുകാലത്ത് ഈ ബോംബെയിൽ ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യണം, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് പോയി ഇറങ്ങണം എന്നുണ്ടെങ്കിൽ അവിടെ എന്റെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഒന്നും നേടാൻ സാധിക്കില്ല. ആ ലോക്കൽ ട്രെയിനിൽ കയറാനേ പറ്റില്ല. നമ്മൾ ആ ആളുകളുടെ കൂടെ, ആ കൂട്ടായ്മയായിട്ട് അവിടെ അതിന്റെ കൂട്ടത്തിൽ കയറി പോയി നിന്ന് കഴിഞ്ഞാൽ അവര് നമ്മളെ കൊണ്ടുപോക്കോളും. അതുപോലെ തന്നെ ഇറങ്ങേണ്ട സ്ഥലം എത്തിയാലും ആ ഇറങ്ങേണ്ട ആളുകളുടെ ആ ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ഈ ഉദാഹരണം എന്നെ ഒരുപാട് പല ഡയമെൻഷൻസിലും എനിക്ക് ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുപോലെയാണ് ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിലും കാണുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കുന്നു. ഞാൻ പ്രോഗ്രാമിനെ പ്രവർത്തിക്കില്ല, ആ പ്രോഗ്രാം എന്നിൽ പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അതിന്റെ അർത്ഥം ഞാൻ ഒന്നും ചെയ്യേണ്ടെന്നല്ല, ഞാൻ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ കൂട്ടത്തിൽ കൂടണം, ആ കൂട്ടത്തിൽ പോയി ഞാൻ നിൽക്കണം. അവിടെ അവരെന്തൊക്കെ പറയുന്നു അത് ഞാൻ ചെയ്യണം. അങ്ങനെ ആയപ്പോഴാണ് എന്താണ് സ്പോൺസർ, ഒരു സ്പോൺസറെ വെക്കുന്നതിന്റെ ഒരു അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. വിശ്വസ്തയോടെ തുറന്ന് സംസാരിക്കാൻ സാധിക്കുന്ന നമുക്ക് ആശ്വാസകരമായി അനുഭവപ്പെടുന്ന ഒരു അംഗത്തെ തിരഞ്ഞെടുത്ത് അദ്ദേഹത്തോട് തന്റെ സ്പോൺസർ ആകുമോ എന്ന് ചോദിക്കാം. ഞാനിപ്പോ പറഞ്ഞിരുന്നു, നിങ്ങൾ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു നവാഗതനായാലും ഒറ്റയ്ക്ക് തന്നെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന കുറച്ചു കാലമായി എയിലൂടെ സഞ്ചരിക്കുന്ന ഒരു അംഗമായാലും സ്പോൺസർഷിപ്പ് നിങ്ങളുടെ വിളിപ്പുറത്തുണ്ട്. നമുക്ക് എപ്പോ വേണമെങ്കിലും സ്പോൺസർ എടുക്കാം, വളരെ ഈസിയാണ് അത് എന്ന് പറയുന്നത്. നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ്, ഒട്ടും അമാന്തമരുത്, അതിന് മടിക്കേണ്ട എന്ന് പറയുന്നു. ഏലൂടെ മോചിതരായി കൊണ്ടിരിക്കുന്ന മദ്യാസക്തർ തങ്ങളുടെ അനുഭവങ്ങൾ മറ്റു മദ്യാസക്തരുമായി പങ്കുവയ്ക്കാൻ താല്പര്യമുള്ളവരാണ്. മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുമ്പോഴാണ് ഞങ്ങളുടെ സുബോധാവസ്ഥ സുദൃഢമാകുന്നതെന്ന് ഞങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്കറിയാം. അപ്പൊ ഇത് പഴമക്കാർ എഴുതിയതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ മോചനത്തിന്റെ പാതയിൽ ഒന്നുകൂടെ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ സാധിക്കും. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഒരു സ്പോൺസറെ കണ്ടെത്താനൊന്നും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്റെ സ്പോൺസർ എന്നോട് പറഞ്ഞിട്ടുള്ളത്, അതായത് എങ്ങനെ നമുക്ക് തിരയാൻ സാധിക്കും, എങ്ങനെ നമുക്ക് നീ ഇത്, എന്റെ സ്പോൺസർ അന്ന് പറഞ്ഞതാണ്, കള്ള് ഷാപ്പ് തെരഞ്ഞ് കണ്ടുപിടിക്കാനൊന്നും നിനക്ക് ഒരു പ്രശ്നമില്ലല്ലോ, നീ എന്തൊക്കെ ചെയ്യും, എവിടെ ഏത്. ഞാൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തിട്ടുണ്ട് ചില കള്ള് ഷോപ്പുകൾ, അല്ലെങ്കിൽ ചില മദ്യപിക്കുന്ന ചില ഹോട്ടലുകൾ, ചില എൻവയൺമെന്റ് അവിടെ, അതേപോലെ നല്ല പ്രകൃതി സൗന്ദര്യമുള്ള സ്ഥലങ്ങളിൽ പോയി മദ്യപിക്കും. ഇതൊക്കെ നീ വളരെ നിനക്ക് ആവശ്യമുള്ള കാര്യമായിരുന്നു, അതിനെ ചൂസ് ചെയ്യുക. ഏതാണ്ട് ഇപ്പൊ അതുപോലൊക്കെ തന്നെയാണ്. അപ്പൊ മദ്യപാനം കൊണ്ട് ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്
തെറ്റിദ്ധരിക്കപ്പെട്ട എന്തൊക്കെയോ സുഖങ്ങൾ നിനക്ക് മനസ്സിലായി അത് തെറ്റിദ്ധരിക്കപ്പെട്ടവയാണെന്നുള്ളത്. ഇപ്പോ ഇതൊരു സുഖപ്രാപ്തിക്ക് വേണ്ടി നീ തിരഞ്ഞു നടക്കുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പൊ അത് ഉറപ്പായിട്ടും അതേ സംഭവം തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. അന്വേഷിച്ച് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. മറ്റൊരർത്ഥത്തിൽ സ്പോൺസർഷിപ്പ് എന്നത് നവാഗതനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്വം. ഞാനിപ്പോ നേരത്തെ പറയുണ്ടായി, നമുക്ക് ഗ്രൂപ്പിനെ തന്നെ സ്പോൺസറായിട്ട് എടുക്കാം. പക്ഷെ ഗ്രൂപ്പിനെ തന്നെ സ്പോൺസറായിട്ട് എടുക്കുമ്പോഴുള്ള ഒരുപാട് അതിന് ഒരുപാട് പിന്നെ ചില കാര്യങ്ങൾക്ക് നമുക്ക് ഗ്രൂപ്പിനോട് ഒരുപക്ഷെ ചിലപ്പോ ചില കാര്യങ്ങൾ ചില സമയത്ത്, അതായത് ഒരു മദ്യാസക്തന്റെ ഈ പ്രോഗ്രാമിൽ കൂടി സഞ്ചരിക്കുന്ന ചില സമയങ്ങളിൽ ഒരു പക്ഷേ ഈ ഗ്രൂപ്പിനോട് ചോദിക്കാൻ പറ്റാതെയോ അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിന്റെ ആശ്രയത്തിൽ അത് കിട്ടിക്കോളണം എന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഒരു ഇൻഡിവിജ്വൽ സ്പോൺസർ. എന്താ വെച്ചാല് അറിയില്ല. അപ്പോ എനിക്കൊക്കെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ സ്ത്രീ വിഷയത്തിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരാളാണ് ഞാൻ. ഇപ്പൊ ഇല്ല, ഭാഗ്യവശാൽ വളരെ മോശപ്പെട്ട രീതിയിലൊന്നും പോയി വീണില്ല. അപ്പോഴേക്കും ഞാൻ ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അന്ന് സത്യസന്ധമായി പുറത്ത് പറയാൻ ഒരുപാട് സംശയങ്ങളും പേടിയും ഉള്ള ഒരാളായിരുന്നു. ഇന്നിപ്പോ എനിക്ക് ആരോട് വേണമെങ്കിലും ഞാൻ ചർച്ച ചെയ്യും. എന്നുവെച്ചാൽ ഞാനിപ്പോ കാര്യങ്ങൾ കുറച്ച് മനസ്സിലായി, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി. അപ്പോൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനെ വിശ്വസിക്കാൻ കാരണവും ഇത്രയും കാലം ആൽക്കഹോളിക്സ് അനോണിമസിൽ സഞ്ചരിച്ചത് കൊണ്ട് തന്നെയാണ്. പക്ഷെ അന്ന് അങ്ങനെ ആയിരുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനൊക്കെ ആർക്ക് എങ്ങനെ ഉണ്ടാവുന്നൊന്നും ഒരു ഇതുപോലെ പറയാൻ പറ്റില്ല, ഒരു പ്രവചിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, ചിലപ്പോൾ ഗ്രൂപ്പിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ചോദിക്കാനോ, അല്ലെങ്കിൽ ചിലപ്പോൾ അതിനൊരു പക്ഷെ കൺഫ്യൂഷൻ ഉണ്ടായേക്കാം. അപ്പോ കുറച്ചുകൂടെ ഫോക്കസ്ഡ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഒരു ഇൻഡിവിജ്വൽ സ്പോൺസർഷിപ്പ്. സ്പോൺസർഷിപ്പ് പറയുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിൽ പല ടൂൾസ് ഉണ്ട്. മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന ഒരു ടൂളാണ്, സർവീസ് ഒരു ടൂളാണ്, അതുപോലെ ഒരു ടൂളാണ് ഒരു സ്പോൺസറെ കണ്ടെത്തുക, സ്പോൺസറെ തെരഞ്ഞെടുക്കുക എന്നുള്ളത്. മറ്റൊരർത്ഥത്തിൽ സ്പോൺസർഷിപ്പ് എന്നത് നവാഗതനെ സഹായിക്കാനുള്ള ഗ്രൂപ്പിന്റെ മുഴുവൻ ഉത്തരവാദിത്തമാണ്. ഇക്കാലത്ത് എയുമായി മുൻപരിചയമില്ലാത്ത ആണ് ധാരാളം മദ്യാസക്തർ അവരുടെ ആദ്യ മീറ്റിംഗ് നടത്തുന്നത്. ഇങ്ങനെ ഉള്ളവർ ഏതെങ്കിലും ഒരു അംഗത്തിൽ നിന്നും 12-ാം പടി സന്ദേശം ലഭിച്ചവരോ പ്രാദേശിക ഇന്റർഗ്രൂപ്പുമായി സെൻട്രൽ ഓഫീസുമായി ബന്ധപ്പെട്ടവരോ അല്ല. അതുകൊണ്ട് പ്രത്യേകിച്ചും ഇത്തരം നവാഗതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സ്പോൺസർഷിപ്പ് സഹായം ലഭ്യമാക്കേണ്ടതിന്റെ ആവശ്യകത ഗ്രൂപ്പുകൾ തിരിച്ചറിയും. വളരെ ക്ലിയർ ആണ്. അപ്പോൾ നമുക്ക് ഇത് നേരത്തെ ഈ നവാഗതൻ വരുന്ന സമയത്ത് അറിഞ്ഞോണമെന്നില്ല. അപ്പൊ അവിടെയാണ് ഈ സ്പോൺസറിന്റെ ഒരു പ്രസക്തിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുക. ഫലപ്രദമായി പ്രവർത്തിക്കുന്ന മിക്ക ഗ്രൂപ്പുകളിലും സ്പോൺസർഷിപ്പ് എന്നത് അംഗങ്ങൾ ഏറ്റവും പ്രാധാന്യം നൽകി ആസൂത്രണം ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ സ്പോൺസറെ കണ്ടെത്താനുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നവാഗതനിൽ മനസ്സിലാക്കുന്നതും അവനവൻ മനസ്സിലാക്കുന്നതും അതാണ്. അപ്പോ അതുകൊണ്ട് തീർച്ചയായിട്ടും അതിന് സംശയിക്കേണ്ട കാര്യമൊന്നും. ഒരു സ്പോൺസർ വേണോ, അല്ലെങ്കിൽ സ്പോൺസറിനെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ പ്രൈവസിക്ക് എന്തെങ്കിലും കോട്ടം തട്ടുവോ, അയാള് ഞാൻ അറിയണ്ട എന്ന് ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും അയാൾ അങ്ങനെയൊന്നും ആവശ്യമില്ലാത്ത ഒരു സംശയം ഒരു മദ്യാസക്തന് വേണ്ട എന്നുള്ളത് തന്നെയാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമ്മൾ മറിച്ച് ഒരു സ്പോൺസറെ എടുക്കുമ്പോൾ അത് സ്പോൺസറെ എടുത്ത ശേഷമേ അതിന്റെ കാര്യങ്ങൾ അറിയുള്ളൂ. നമുക്ക് തുറന്ന് സംസാരിച്ച് മനസ്സിലുള്ളത് തുറന്ന് സംസാരിച്ച് കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഈ പറയുന്ന, അതിന് വേണമെങ്കിൽ പ്രശാന്തത എന്ന് തന്നെ വിളിക്കാം, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ ഒരു പ്രശാന്തത തീർച്ചയായിട്ടും എനിക്ക് അടുത്ത കുടി കുടിക്കാതിരിക്കാനുള്ള ഒരു പ്രൊട്ടക്ഷൻ കൂടിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പല സമയത്തും ഞാനൊരു കോംപ്ലസന്റ് ആയിക്കൊണ്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്താൽ മതി. മീറ്റിങ്ങുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പൊ ഞാനൊന്നും വേണ്ട, ഇതൊക്കെ എന്തിനാ വെറുതെ ആൾക്കാരോട് എന്തെങ്കിലും പോയി പറഞ്ഞ് വെറുതെ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല
എന്നുള്ള ഒരു കോംപ്ലസൻസ് എന്നിൽ ഉണ്ടായാൽ ഒരുപക്ഷെ അതൊരു അപകട സൂചനയായിട്ട് കാണാൻ പറ്റും. ഈ ലാപ്സ് സംഭവിക്കുന്നതൊക്കെ ഇത് ഒരു പക്ഷെ ഇങ്ങനെയുള്ള കാരണങ്ങളായിരിക്കും. മനസ്സിൽ കിടന്ന് പൊട്ടുന്ന പല പ്രശ്നങ്ങളും അവനവൻ ശ്രദ്ധിക്കാതെ, അതിനെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ, അത് പെട്ടെന്ന് ഒരു ഇറപ്ഷൻ പോലെ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു പൊട്ടിത്തെറി പോലെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോഴാണ് അത് ജീവിതം എങ്ങനെ മുൻപോട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ മുൻപോട്ട് പോകും എന്ന് ഒരു 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 എന്താ പറയാ, ഒരു വല്ലാത്ത ഒരു വിഡ്ഢിത്തരമായിട്ടുള്ള ഒരു സംഭവമാണ് എന്നെ പോലുള്ള മദ്യാസക്തർ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് ഞാൻ വിചാരിക്കുന്ന രീതിയിലൊക്കെ എന്റെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും, ഞാൻ ഒരു വല്ലാത്തൊരാളാണ്, ഞാൻ അങ്ങനെ ചെയ്തു, ഇങ്ങനെയുള്ള ഒരു അഹങ്കാരം അത് മദ്യാസക്തന്റെ കൂടെ പുറപ്പാണ്, ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷെ ഈ പ്രോഗ്രാം കൊണ്ട് അത് ഓരോന്നായിട്ട് എടുത്തു മാറ്റാൻ സാധിക്കും. അങ്ങനെ വരുമ്പോഴാണ് ഈ ഒരു സ്പോൺസർഷിപ്പ് വളരെ പ്രസക്തിയോടുകൂടി നമ്മളെ സഹായിക്കാൻ സാധിക്കും. ചില സന്ദേശങ്ങൾ സ്പോൺസർ ഇപ്പൊ ഇൻഡിവിജ്വൽ ആയിട്ട് എന്റെ പ്രശ്നങ്ങളൊന്നും ഒരു പക്ഷേ, അതായത് ഞാൻ അതിനൊരു ഉദാഹരണം പറയാം. ഞാൻ ഈ പ്രോഗ്രാമിൽ വന്നതും ഞാനൊരു കാറ് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പൊ ഉടനെ എന്റെ സ്പോൺസറോട് ചോദിച്ചു, ഞാനൊരു കാറ് വാങ്ങിക്കണം. ഹലോ 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 ഞാനൊരു കാറ് വാങ്ങിക്കണം, ഞാൻ എന്താ ചെയ്യേണ്ടത് സാറേ? എന്റെ സ്പോൺസറോട് ചോദിച്ചപ്പോൾ സ്പോൺസർ പറഞ്ഞു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് നീ വാങ്ങിക്കേണ്ട എന്നൊന്നും ഞാൻ പറയാൻ ആരുമല്ല. ഇതൊക്കെ ചില ആൽക്കഹോളിക്സ് അനോണിമസിലെ 12 പടികളിൽ പറയുന്ന ചില കാര്യങ്ങളെ എനിക്ക് നിന്നോട് ഒരു നിർദ്ദേശമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഒരു കാറ് വാങ്ങിക്കുന്നത് കൊണ്ടുള്ള ആവശ്യകതയെ കുറിച്ച് നീ സത്യസന്ധമായിട്ട് നിന്റെ കുടുംബവുമായിട്ട് ആലോചിച്ച് അതിന് വേണ്ട സാമ്പത്തികം മൊബിലൈസ് ചെയ്ത് നിനക്ക് ഉണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ കാറ് വാങ്ങുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ ഒന്നാം പടി, അതായത് ചെയ്യാൻ പറ്റാത്ത കാര്യത്തിന് ചെയ്യുക, കുറെ ലോൺ വാങ്ങുക, അത് തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിൽ ഒരു വേറെ പല കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യാതെ ഒരു കാറ് വാങ്ങിച്ച് ഒരു എന്തോ ഒരു ഗ്രാൻഡിയോസ് അല്ലെങ്കിൽ ഒരു വ്യക്തമായ ഒരു ധാരണയില്ലാതെ കാറ് വാങ്ങുന്നതല്ല, എന്തും ചെയ്യരുത് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഇങ്ങനെ പറയുള്ളൂ, അല്ലാതെ കാറ് നീ വാങ്ങിക്കുക, കാറ് വാങ്ങിക്കുക, അവിടെ ലോൺ കിട്ടും, ഇവിടെ ലോൺ കിട്ടും, അങ്ങനെ ആ രീതിയിലല്ല ഒരു സ്പോൺസർ എന്നെ സഹായിക്കുക. നമുക്ക് ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളും നേരിടേണ്ടി വരുമ്പോൾ അതിനെ ഒരു പ്രിൻസിപ്പിളോടുകൂടി സഹായിക്കും. പ്രിൻസിപ്പിൾ അത് ഞാനിപ്പോ എൻ്റെ അടുത്തൊരു മെമ്പർ ചോദിച്ചു, അതായത് അദ്ദേഹത്തിന് ഒരു പ്രത്യേക സാഹചര്യം. ഇപ്പൊ ഞാൻ ഇത് ഷെയറിങ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, എനിക്ക് ആങ്സൈറ്റി ഉണ്ടാവുമ്പോൾ ആങ്സൈറ്റിയെ മറികടക്കാൻ 3-ാം പടി ചെയ്യാൻ പറഞ്ഞു. അല്ലാതെ അദ്ദേഹത്തിന്റെ എന്റെ സ്പോൺസർ അദ്ദേഹത്തിന്റെ ഒരു സന്ദേശമൊന്നല്ല എനിക്ക് പറഞ്ഞു. അതായത് ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ആ രീതിയിലൊന്നും അല്ല അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം 3-ാം പടി ചെയ്യാനാണ് പറഞ്ഞത്. അതേപോലെ എന്നോട് ഒരു സുഹൃത്ത് ചോദിച്ചു, സാധാരണ ഒരു സ്ഥലത്ത് ഒരു ഉത്സവം നടക്കുന്ന സ്ഥലമാണ്, അവിടെ പോയാൽ ഞാൻ മദ്യപിക്കാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം എനിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് മദ്യപിക്കുമോ എന്നൊരു പേടിയുണ്ട്, ഞാൻ പോകണോ വേണ്ടയോ എന്നോട് ചോദിച്ചു. വല്ലാത്തൊരു ട്രിക്കി സംഭവമാണ്. എനിക്ക് എങ്ങനെ പറയാൻ പറ്റും? ആ ഉത്സവത്തിൽ പോകുമ്പോൾ മദ്യപിക്കാറുണ്ട്, അവിടെ പോയാൽ ഞാൻ മദ്യപിക്കുവോ എന്ന് എനിക്കൊരു പേടിയുണ്ട് എന്ന് അദ്ദേഹം പറയുമ്പോ അദ്ദേഹം തന്നെ പറയാണ് എനിക്ക് അവിടെ പോകുമ്പോ പേടിയുണ്ടെന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഞാൻ പറഞ്ഞു, എന്തായാലും പേടി ഉണ്ടെങ്കിൽ ഒരിക്കലും പോകരുത്. അപ്പോ അത് ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്യേണ്ട കാര്യമില്ല.
നിങ്ങൾക്ക് തന്നെ അത് പേടി തോന്നുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആ പേടിയും വെച്ചുകൊണ്ട് അപ്പം മാറി നിൽക്കുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. മദ്യം നിർത്തിയിട്ടില്ല, മദ്യത്തിൽ നിന്നും മാറി നിൽക്കുകയാണ്. അതേപോലെ ഇതേപോലുള്ള സിറ്റുവേഷൻസിൽ നിന്നും മാറി നിൽക്കുകയായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നുള്ളതാണ് എന്റെ സജഷൻ എന്ന് പറഞ്ഞു. അപ്പോ അവിടേക്കാണ് ആത്മീയത. നമ്മൾ ഈ ഓരോരുത്തരുടെയും ഓരോ അംഗത്തിന്റെയും ആത്മീയ തലത്തിൽ എത്രത്തോളം പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രസക്തിയുള്ള ഒരു സംഭവമാണ്. അതാണ് ഇതുപോലുള്ള, അതായത് ഇതുപോലുള്ള പേടി ഇല്ലായ്മയാക്കലും. അപ്പൊ അങ്ങനെയുള്ളപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ സംശയം തന്നെ വരില്ല. പിന്നെ ഈ സ്പോൺസറോട് ചോദ്യം ചോദിക്കൽ മാത്രമായിരിക്കും. സ്പോൺസറോട് വെറുതെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും, എന്തെങ്കിലും ഞാൻ തെറ്റി ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും എന്റെ ചിന്തയിൽ കൂട്ടിച്ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു സാഹചര്യമാണ് ഒരു സ്പോൺസറുമായിട്ട് സംസാരിക്കുന്നതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് ഒരു സ്പോൺസർ എന്നുള്ള ഒരു ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ പ്രോഗ്രാം നടപ്പിലാക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് നവാഗതർക്ക് എങ്ങനെ സഹായമാക്കുന്നു എന്ന് ഇവിടെ പറയുന്നുണ്ട്. മദ്യാസക്തിയുമായി ബന്ധപ്പെട്ട സംശയങ്ങളോ ചോദ്യങ്ങളോ പ്രശ്നങ്ങളോ ഉയരുമ്പോൾ അവ പൂർണ്ണമായും ഉൾക്കൊള്ളുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടെന്ന് സ്പോൺസർഷിപ്പിലൂടെ നവാഗതന് ഉറപ്പ് ലഭിക്കുന്നു. ഒരു നവാഗതന് ഏറ്റവും ആവശ്യമായിരുന്ന സന്ദർഭത്തിൽ ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ കഴിയുന്നു. സഹാനുഭൂതിയുടെ ഒരു സുഹൃത്തിനെ ലഭിക്കുന്നു. ഞാനിപ്പോ പറഞ്ഞ കാര്യം തന്നെയാണ്. നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ സാധിക്കും. അത് ഒരു സ്പോൺസറായിട്ട് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ കുടുംബത്തിലോ വീട്ടിലോ ഭാര്യയോടോ അല്ലെങ്കിൽ കൂടപ്പുറപ്പുകളോട് കൂടിയിട്ടുള്ള സംസാരത്തെക്കാളും ആവശ്യമായിട്ടുള്ള ഒരു സംസാരമായിട്ട് തോന്നിയേക്കാം. സ്വന്തം ഗ്രൂപ്പിലും മറ്റു ഗ്രൂപ്പുകളും മറ്റ് വ്യത്യാസത്തെ കണ്ടുമുട്ടുവാനും സ്പോൺസർഷിപ്പ് വഴി എടുക്കുന്നു. ഇതൊരു ചെയിൻ റിയാക്ഷൻ ആണ്, ശരിക്കും റിപ്പിൾ എഫക്റ്റ് ആണ്. നമുക്ക് സ്പോൺസറിലൂടെ പല കാര്യങ്ങളും മനസ്സിലാക്കാനും മോചനത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനും നമുക്ക് സാധിക്കും. പിന്നെ ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ നമുക്ക് തിരഞ്ഞെടുക്കാമെന്നുള്ളത്. മറ്റു പ്രവർത്തനങ്ങൾ പോലെ അനൗപചാരികമായാണ് നവാഗതൻ സ്പോൺസറെ കണ്ടെത്തുന്നത്. മിക്കപ്പോഴും നവാഗതൻ തനിക്ക് അനുയോജ്യമെന്ന് തോന്നുന്ന പരിചയസമ്പന്നനായ ഒരാളെ സമീപിച്ച് തന്റെ സ്പോൺസർ ആകണമെന്ന് ആവശ്യപ്പെടും. അത്രേ ഉള്ളൂ. അങ്ങനെയുള്ള ഒരു അഭ്യർത്ഥന ഭൂരിപക്ഷം അംഗങ്ങളും സന്തോഷത്തോടെയും നന്ദിയോടെയുമാണ് സ്വീകരിക്കുക. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ. എന്തെങ്കിലും തിരക്കോ അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അവരത് നിരസിക്കുള്ളൂ. അല്ലെങ്കിൽ സാധാരണഗതിയിൽ എല്ലാവരും നന്ദിപൂർവ്വം അതിനെ ഏറ്റെടുക്കുകയുള്ളൂ. ഏതൊരു പഴമൊഴിയുണ്ട്, വിജയിച്ചവരോട് ചേർന്ന് നിൽക്കുക. വിജയിച്ചവരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് കുടിച്ചിട്ടില്ല, അതന്നെ കുറച്ചു കാലം സഞ്ചരിച്ച ആൾക്കാർ അവരുമായിട്ട് കൂടി നിൽക്കും. സ്റ്റിക്ക് വിത്ത് ദ വിന്നേഴ്സ് എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയാം. അപ്പൊ അത് വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മറ്റുള്ള പോലെയുള്ള ഒരു കളിയിൽ വിജയിക്കുന്ന പോലെ അങ്ങനെയല്ല. ഇതൊരു വേറൊരു കളിയാണ്. ഈ കളി വേറൊരു കളിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു വിജയത്തെയാണ് പറയുന്നത്. അപ്പൊ പ്രോഗ്രാമിലൂടെ ദൈനംദിന ജീവിതത്തിൽ വിജയിച്ചു നിൽക്കുന്ന ഒരാളുമായി അനുഭവങ്ങൾ പങ്കുവയ്ക്കുക എന്ന് തികച്ചും യുക്തിസഹമാണ്. അതാണ്. അപ്പൊ ഇംഗ്ലീഷിൽ പറയും ഇറ്റ് ഈസ് വർത്ത് ഇറ്റ്. ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പുതുമക്കാരന് തുടർച്ചയായി സംഭവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള സുഖപ്രാപ്തി അനുഭവിക്കാൻ സാധിക്കും. അതൊക്കെ. അപ്പൊ ഇതിന് നിയതമായ നിയമങ്ങളൊന്നുമില്ല. അത് ഞാൻ പറഞ്ഞിരുന്നു. അവസാനത്തെ കുടിയിൽ നിന്നും ഒരു വർഷമോ അതിലധികമോ ആയി മാറി നിൽക്കുന്ന സുബോധാവസ്ഥ ആസ്വദിക്കുന്ന ഒരാളെ സ്പോൺസറായി തെരഞ്ഞെടുക്കുന്നതാവും ഉചിതം. എഗെയിൻ സജഷനാണ്. ഒരു വർഷമെങ്കിലും ആയ ഒരാളെ തിരഞ്ഞെടുക്കുന്നതാവും നല്ലത്. അതിപ്പോ നിർബന്ധമൊന്നായിട്ട് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ
പല സംശയങ്ങളും വരും. സ്പോൺസർ പറയുന്നതൊക്കെ ഞാൻ കേൾക്കണോ, അങ്ങനെയുള്ള പല ഒരു അടിമയെ പോലെയൊക്കെ അങ്ങനെയൊക്കെ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സ്പോൺസർ പറയുന്നുണ്ടെല്ലാം നവാഗതൻ യോജിക്കേണ്ടതുണ്ട്, വേണമെന്നില്ല. സ്പോൺസറുടെ ആശയങ്ങളിൽ അവ്യക്തതയും അസാധാരണത്വവും അനുഭവപ്പെട്ടാൽ നവാഗതൻ തുറന്നു പറയുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നതാണ് ഒരു ജീവിതം. കറക്റ്റ്. അതായത് ഒരു ഒരു അടിമ പോലെയോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ വിധേയത്വം ഒന്നും ഇവിടെ പറയുന്നില്ല. അതാണ് ഇവിടെ ക്ലിയർ ആക്കാൻ പറയുന്നത്. അവർ തമ്മിലുള്ള ബന്ധം ഇരുവർക്കും അന്യോന്യം സ്വാതന്ത്ര്യത്തോടെയും സത്യസന്ധമായും സംസാരിക്കാൻ സാധിക്കുന്ന വിധം തുറന്ന് സുഗമവുമായി കരുതപ്പെടുന്നു. പ്രോഗ്രാം വളരെ ലളിതമാണ്. കീപ് ഇറ്റ് സിമ്പിൾ എന്ന് പറയാറുണ്ട്, ഇത് സിമ്പിൾ പ്രോഗ്രാം എന്നും പറയാറുണ്ട്. പക്ഷേ ഞങ്ങളിൽ പലർക്കും തുടക്കത്തിൽ അത് അങ്ങനെയല്ല അനുഭവപ്പെട്ടത്. ഞങ്ങൾ പലപ്പോഴും അത് മനസ്സിലാക്കിയത് ചോദ്യങ്ങൾ ചോദിച്ചും ക്ലോസ്ഡ് മീറ്റിങ്ങുകളിൽ പങ്കെടുക്കുകയും അതിലുപരി സ്പോൺസറുമായുള്ള സംഭാഷണത്തിലൂടെയുമാണ്. അതുകൊണ്ടാണ് ഇത് ക്ലോസ്ഡ് മീറ്റിംഗിൽ പങ്കെടുക്കുക, പല കാര്യങ്ങളും ഇപ്പൊ എന്റെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ, ഞാനൊരു മദ്യാസക്തനാണ്, വളരെ സിമ്പിളായിട്ട് ഞാൻ പറയാണ്, ഞാനൊരു മദ്യാസക്തനാണ് എന്ന് ഒരു ഷെയറിങ്ങിന് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഇന്ന് പറയാനുള്ള ആ ഒരു വളരെ ഒരു കരടുമില്ലാതെ എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പക്ഷെ അത് അന്ന് സാധിച്ചിരുന്നില്ല. വളരെ സംശയിച്ച് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലുള്ള സംശയങ്ങളുണ്ടാവും. അത് പറഞ്ഞു വരുമ്പോഴേ അതിന്റെ സുഖം അനുഭവിച്ച ശേഷമേ അത് മെല്ലെ 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 സുഖപ്രാപ്തി എന്താണെന്ന് അനുഭവിക്കാനും അത് ആസ്വദിക്കാനും സാധിക്കും. സുഖം തീർച്ചയായിട്ടും ആസ്വദിക്കേണ്ട കാര്യം തന്നെയാണ്. ഇതുപോലെ പല കാര്യങ്ങളും ചെയ്തിട്ടുള്ള തെറ്റുകൾ, ഇൻവെന്ററി എടുക്കുമ്പോൾ ഞാൻ കാണിക്കേണ്ട സത്യസന്ധത, ഇതിലൊക്കെ സംശയം വന്നേക്കും. ഈ സംശയത്തിനൊക്കെ ഒരു സ്പോൺസറെ ആശ്രയിക്കുന്നത് വളരെ ഉചിതമാണ്. അപ്പൊ അതൊക്കെ തന്നെയാണ് ഇവിടെ പറയുന്നത്. സ്പോൺസറെ ആവശ്യ സമയത്ത് ലഭിക്കാതെ വന്നാൽ എന്ത് ചെയ്യണം? വളരെ നല്ലൊരു ചോദ്യമാണ്. സ്പോൺസറെ നവാഗതന്റെ സുബോധാവസ്ഥ നിലനിർത്തുന്നത് മറിച്ച് പ്രോഗ്രാമാണ്. അപ്പൊ അവിടെ അത് മനസ്സിലാക്കണം, വ്യത്യാസം മനസ്സിലാക്കണം. സ്പോൺസർ അല്ല നവാഗതന്റെ സുബോധാവസ്ഥ നിലനിർത്തുന്നത്, മറിച്ച് പ്രോഗ്രാമാണ് നിലനിർത്തുന്നത്. ഒരു സ്പോൺസർ, അതായത് തമാശയായിട്ട് പറയാറുണ്ട്, കുടിക്കുന്നതിന് മുമ്പ് സ്പോൺസറെ വിളിക്കണം. അപ്പോ കുടിക്കുന്നതിന് മുമ്പ് സ്പോൺസറെ വിളിച്ച് സ്പോൺസറെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ കുടിച്ചത് എന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പണ്ടുണ്ടായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അവിടെ സ്പോൺസറെ കുറ്റം പറയാനേ സാധിക്കില്ല. ഇതൊരു കാരണമായിട്ടാണ് ഞാൻ പോയി കുടിക്കണം, എനിക്ക് കുടിക്കണം. അപ്പൊ അത് ഞാനല്ല അതിന്റെ തെറ്റുകാരൻ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു എക്സ്ക്യൂസ് ആയിട്ടാണ് അത് പറയുന്നത്. അതൊരിക്കലും ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. പ്രോഗ്രാം എനിക്ക് ചെയ്താൽ ഞാൻ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്താൽ ഞാൻ കുടിക്കില്ല. അത് ചെയ്യാതെ ഞാൻ സ്പോൺസറെ വിളിച്ചു, കിട്ടിയില്ല, അതുകൊണ്ടാണ് കുടിച്ചതെന്ന് പറയുന്നത് ഒരിക്കലും അത് സ്വീകാര്യതമല്ല എന്നതാണ്. അപ്പൊ അവിടെ അതിനാണ് പറയുന്നത് പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യേണ്ടത്. കുടുംബക്കാരന് പ്രോഗ്രാം പരിചയപ്പെടുത്തി കൊടുക്കാനും ൽ തുടരാൻ സഹായിക്കുന്നതിനും ഞങ്ങൾക്കറിയാവുന്ന ഏറ്റവും മികച്ച മാർഗമാണ് സ്പോൺസർഷിപ്പ്. കൂടെ കൊണ്ടുപോകാനുള്ള ഒരാള് തന്നെയാണ്, കൈപിടിച്ച് കൊണ്ടുപോകാന്നൊക്കെ വേണമെങ്കിൽ പറയാം. അക്ഷരാർത്ഥത്തിൽ അതല്ലെങ്കിലും അതുപോലുള്ള ഒരാള്, അത്രയേ ഉള്ളൂ. നമുക്ക് സ്പോൺസറെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റു ധാരാളം മാർഗങ്ങളുണ്ട്. അതാണ് ഞാൻ നേരത്തെ എന്റെ സ്പോൺസർ പറഞ്ഞ കാര്യം തന്നെ. എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചിട്ട് സംഘടിപ്പിക്കും. പക്ഷെ ഇത് മാത്രം ചെയ്യില്ല, അതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് സ്പോൺസറെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരുമ്പോൾ മറ്റു ധാരാളം മാർഗങ്ങളുണ്ട്. നമ്മെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് തത്സമയം ഉത്തരം കണ്ടെത്താൻ മറ്റംഗങ്ങളെയോ ഓഫീസുമായോ ഫോണിൽ ബന്ധപ്പെടാം. അതെ, ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങാതെ വേറെ പല മാർഗങ്ങളുണ്ട്. മീറ്റിംഗിൽ പങ്കെടുക്കാം. ഞാൻ പറഞ്ഞത്, അതായത് പെട്ടെന്ന് കുടിക്കണം എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു മീറ്റിംഗിൽ പോയിട്ട് പറയാം.
എനിക്ക് കുടിക്കണം എന്ന് തോന്നുന്നുണ്ട്, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ ഉറപ്പായിട്ട് ആ സഹായം കിട്ടും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു മീറ്റിങ്ങിന് വേണമെങ്കിൽ നിങ്ങളെ നമുക്ക് സാഹചര്യം അനുസരിച്ച് ഒരു സ്പോൺസറായിട്ട് കാണാം. ഓഫീസ് അല്ലെങ്കിൽ സുബോധാവസ്ഥ നേടിയവർക്കുള്ള ക്ലബ് റൂം സന്ദർശിക്കാം. പുസ്തകങ്ങളോ ലഘുലേഖ എങ്ങനെ വേണമെങ്കിലും അടുത്ത കുടിയിൽ നിന്ന് മാറി നിൽക്കാൻ പല ടൂളുകളുമുണ്ട്. ഒന്നിലേറെ സ്പോൺസറെ ആകാമോ? തീർച്ചയായിട്ടും ആകാം. നമുക്ക് ഓരോന്നിനും ഓരോ സ്പോൺസർ വെക്കാം. സർവീസിന് ഒരു സ്പോൺസറെ വെക്കാം, ഒരു ബാക്കപ്പ് സ്പോൺസറെ വെക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്പോൺസറെ തെരഞ്ഞെടുത്തിട്ട് അദ്ദേഹം ചിലപ്പോൾ വിളിച്ചാൽ കിട്ടാൻ, അല്ലെങ്കിൽ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ ദൂരത്താണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിന്റെ അടുത്തുള്ള ഒരാളെ വേറൊരു ബാക്കപ്പ് സ്പോൺസറായിട്ട് വെക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഉപദേശം തേടി നവാഗതൻ സ്പോൺസറിൽ നിന്നും സ്പോൺസറിലേക്ക് പോകുന്ന അപകടകരമായ പ്രവണത ഒഴിവാക്കാൻ ഏക സ്പോൺസർ തിരഞ്ഞെടുപ്പ് സഹായിക്കുന്നു. അതാണ് ഒരു സ്പോൺസർ മാത്രം ഉണ്ടായിരിക്കുന്നത് ഏറ്റവും ഉത്തമം എന്നാണ് മിക്കവരും കരുതുന്നത്. അതിന്റെ കാരണം ആദ്യത്തിന് നവാഗതന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. നവാഗതന് ഒരു സ്പോൺസർ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കുറച്ചു കാലം ആയി കഴിയുമ്പോൾ ഇത് കൂടുതൽ സ്പോൺസർമാരെ എടുക്കാം. മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, കൂടുതൽ സുഗമമായി ഇടപഴകാൻ പറ്റുന്ന മറ്റൊരാൾ ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ അദ്ദേഹത്തെ സ്പോൺസറായി തിരഞ്ഞെടുക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. പ്രത്യേകിച്ച് എയിലുള്ള നമ്മുടെ വളർച്ചയ്ക്ക് അദ്ദേഹം കൂടുതൽ സഹായകരമാണെന്ന് നമുക്ക് ബോധ്യമുണ്ട്. നവാഗതന് എക്ക് പുറത്ത് മദ്യാസക്തി സമഗ്രമായ ചികിത്സയും അവബോധവും ലഭിച്ചിട്ടുണ്ടെങ്കിൽ എയിൽ ഒരു സ്പോൺസറുടെ ആവശ്യമുണ്ടോ? അയാൾക്ക് ഒരു പ്രത്യേക സൗകര്യത്തിന്റെ ആവശ്യമുണ്ട്. ധാരാളം മദ്യാസക്തരെ ഗവൺമെന്റോ വ്യവസായികളോ മറ്റ് ഏജൻസികളോ മദ്യാസക്തി ചികിത്സയ്ക്ക് ശേഷം എയിലേക്ക് നിർദ്ദേശിക്കുന്നു. ട്രീറ്റ്മെന്റ് സെന്റേഴ്സ് നിന്ന് അവരെ അവിടേക്ക് പറഞ്ഞുവിടുന്നുണ്ട്. ഇത്തരം നവാഗതർ ശാരീരികമായ മദ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച ശേഷമാണ് എയിൽ എത്തുന്നത്. മുൻകാലങ്ങളിൽ വിറച്ചുകൊണ്ട് കടന്നു വന്നിരുന്ന പുതുമക്കാർക്ക് കുറച്ചു കാലത്തിന് ശേഷമാണ് മോചനത്തിന്റെ അവസ്ഥയിലേക്ക് എത്തിച്ചേരാനായത്. കുറച്ച് ആഴ്ചകളോ മാസങ്ങളോ മദ്യ ദൂരീകരണത്തിന് ശേഷം മദ്യത്തിൽ നിന്ന് ശാരീരിക പ്രകടനം, ഇത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാരെ കുറിച്ച്. പക്ഷേ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ, അവർക്ക് ട്രീറ്റ്മെന്റ് ഉള്ളത് കാരണം മദ്യത്തിൽ നിന്ന് ദൂരീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇത്തരം വിധേയത്വം മറികടന്നതിന് സഹായിക്കാൻ കഴിയുന്നത്ര വേഗത്തിൽ സ്പോൺസർഷിപ്പ് അത്യാവശ്യമാണെന്ന് നവാഗതരെ സ്വാഗതം ചെയ്യുന്ന ഗ്രൂപ്പുകൾ പൊതുവായി വിശ്വസിക്കുന്നു. അപ്പൊ എന്തായാലും അതുകൊണ്ട് സ്പോൺസർ വേണ്ട എന്നുള്ള ഒരു കാര്യമില്ല. സ്പോൺസർ ആവശ്യമാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാനിപ്പോ വായിച്ചത് സ്പോൺസർഷിപ്പ് ചോദ്യങ്ങൾ ഉത്തരങ്ങൾ എന്നുള്ള നമ്മുടെ ഒരു പാംപ്ലെറ്റിൽ നിന്നാണ് ഞാൻ വായിച്ചത്. ഏതായാലും സമയം ആയി കഴിഞ്ഞിരിക്കുന്നു, 12 മണിയായി. നമുക്ക് വേണമെങ്കിൽ ഇനിയൊരു അവസരത്തിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് ഇതിൽ കൂടെയൊക്കെ കടന്നു പോവാം. ഈ വിഷയം ഇതൊരു വലിയ വിഷയമാണ്. തീർച്ചയായിട്ടും ഈ 1 മണിക്കൂറിൽ എന്നാൽ കഴിയുന്നത്ര ഞാൻ അത് ഷെയർ ചെയ്യുകയും ഞാൻ മനസ്സിലാക്കിയതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാനും എനിക്ക് സന്തോഷമുണ്ട്. അത് ചെയ്ത് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അത് തിരുത്തി തരാൻ ഞാൻ വളരെ നന്ദിയുള്ളവനാണ്. അത് എന്നോട് പറയുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്പോൺസേഴ്സിന്റെ ഉപകാരപ്രദമായ അല്ലെങ്കിൽ സ്പോൺസീസിന്റെ ഉപകാരപ്രദമായ ഒരു മോചനത്തിന്റെ പാത ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു ഹരിഹരൻ ചേട്ടാ. താങ്ക് യു ഫോർ യുവർ ഇത്ര നേരം ഞങ്ങളോടൊത്തായിരുന്നു.